നമസ്കാരം. 1202 ചിങ്ങം 1 മുതൽ 1202 കർക്കിടകം 31 വരെ, അതായത് 2026 ഓഗസ്റ്റ് 17 മുതൽ 2027 ഓഗസ്റ്റ് 17 വരെ ഒരു വർഷക്കാലം ഗ്രഹങ്ങളുടെ രാശിമാറ്റം വഴി തിരുവോണം നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് എങ്ങനെ ബാധിക്കുന്നു എന്നാണ് ഇവിടെ പറയുന്നത്. അതിനു മുമ്പ് ആദ്യമേ പറയട്ടെ, ഈ വീഡിയോ മുഴുവനായും കാണുവാൻ നിങ്ങൾ ശ്രമിക്കുക. ഈ വീഡിയോയുടെ അവസാന ഭാഗത്ത് ദോഷഫലങ്ങൾക്ക് ചെയ്യേണ്ട പരിഹാര മാർഗങ്ങളെ പറ്റിയും പറഞ്ഞിരിക്കുന്നു. കൂടാതെ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ദയവായി സബ്സ്ക്രൈബും ലൈക്കും ചെയ്യുവാൻ അപേക്ഷിക്കുന്നു. വർഷാരംഭത്തിൽ ശനി മീനൻ രാശിയിലും ഗുരു കർക്കിടകത്തിലും രാഹു കുംഭത്തിലും കേതു ചിങ്ങത്തിലും ആണ്. തിരുവോണം നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് 1202 എന്തൊക്കെ ഗുണദോഷ ഫലങ്ങളാണ് ഉണ്ടാവുന്നത് എന്നാണ് ഇവിടെ പറയുന്നത്. മകരക്കൂറിലാണ് തിരുവോണം നക്ഷത്രം വരുന്നത്. വർഷഫലം കണക്കാക്കുമ്പോൾ പ്രധാനമായും നോക്കുന്ന 4 ഗ്രഹങ്ങളിൽ ശനിയും ഗുരുവും വളരെ നല്ല സ്ഥാനത്ത് ആണ് ഇവർക്ക്. രാഹുകേതുക്കൾ അത്ര ഗുണകരമല്ലെങ്കിലും ഈ വർഷം, അതായത് വ്യാഴം ചിങ്ങത്തിലേക്ക് മാറുന്ന ഒക്ടോബർ 31 വരെ ഇവർക്ക് ഏറ്റവും ഗുണകരമായ ഒരു വർഷമാണ്. സാമ്പത്തികമായും തൊഴിൽപരമായും ആരോഗ്യപരമായിട്ടും ഒക്കെ വളരെ നല്ല കാലമാണ്. 1202 ശനി 3-ലും ഗുരു 7-ലും രാഹു 2-ലും കേതു 8-ലുമാണ്. ഗുരു ഒക്ടോബർ 31 8-ാം ഭാവമായ ചിങ്ങത്തിലേക്കും ശനി ജൂൺ 3 മേടത്തിലേക്കും, അതായത് 4-ാം ഭാവമായ മേടത്തിലേക്കും മാറി വരുന്നുണ്ട്. വർഷാരംഭത്തിൽ, അതായത് ഒക്ടോബർ 31 വരെ ഇവർക്ക് വളരെ ഗുണകരമായ സമയമായതുകൊണ്ട് തന്നെ തൊഴിൽപരമായി പറയുകയാണെങ്കിൽ തൊഴിൽ നേട്ടം ഉണ്ടാകുവാനും, ജോലി ആഗ്രഹിക്കുന്നവർക്ക് ജോലി ലഭിക്കുവാനും, ജോലിയിൽ നിന്ന് വരുമാന വർധനവ് ഉണ്ടാകുവാനും ഈ സമയത്ത് സാധ്യത കൂടുതലാണ്. ബിസിനസ് സംബന്ധമായി പറയുകയാണെങ്കിൽ ബിസിനസ് നേട്ടമുണ്ടാകുന്ന ഒരു സമയമാണ്. പങ്കാളിത്ത ബിസിനസ്സിൽ ലാഭം വർദ്ധിക്കുന്ന സമയമാണ്. പുതിയ സംരംഭം തുടങ്ങുവാൻ ആഗ്രഹിക്കുന്നവർക്ക് അത് നടന്നു കിട്ടുന്നതും ലാഭവും നേട്ടവും ഉണ്ടാക്കുവാനും പറ്റുന്ന ഒരു സാഹചര്യമാണ് വന്നു ചേരുന്നത്. സർക്കാർ ജോലി ആഗ്രഹിക്കുന്നവർക്ക് ജോലി ലബ്ധി ഉണ്ടാകുന്ന സമയം കൂടിയാണ്. സർക്കാരിൽ നിന്ന് ഏതെങ്കിലും രീതിയിൽ ആനുകൂല്യം പ്രതീക്ഷിക്കുന്നവർക്ക് അത് നേടിയെടുക്കുവാനും കഴിയുന്ന സമയമാണ്. സ്ഥലമാറ്റം ആഗ്രഹിക്കുന്നവർക്ക് അനുകൂലമായ സ്ഥലമാറ്റം ലഭിക്കുവാനുള്ള സാഹചര്യവും വന്നു ചേരുന്നതാണ്. ധനപരമായി വളരെ അധികം പുരോഗതിയുള്ള ഒരു സമയമാണ്. ഔചാരികമായി ധനാഗമനം ഉണ്ടാകുവാനുള്ള സാധ്യതയും ഉണ്ട്. വായ്പക്ക് അപേക്ഷിച്ചവർക്ക് വായ്പ ലഭിക്കുവാനും, കടം കൊടുത്ത പണം തിരികെ കിട്ടുവാനും, അവിചാരിതമായി പണം വന്നു ചേരുവാനും ഒക്കെ ഈ സമയത്ത് സാധ്യത കൂടുതലാണ്. കാര്യക്ഷമത വർദ്ധിക്കുന്നതും ഊർജ്ജസ്വലത കൂടുന്നതും അതുവഴി വരുമാനം വർദ്ധിപ്പിക്കുവാൻ കഴിയുന്നതും, ബിസിനസ്സിൽ നേട്ടമുണ്ടാക്കുവാൻ കഴിയുന്നതും, ബിസിനസ് പരമായി കൂടുതൽ വരുമാനം എത്തിച്ചേരുന്നതുമൊക്കെയായ ഒരു വർഷമാണ്. ആരോഗ്യകരമായി പറയുകയാണെങ്കിൽ മെച്ചപ്പെട്ട ആരോഗ്യം ഉണ്ടാവുന്ന സമയമാണ്. ചെറിയ ചെറിയ രോഗങ്ങളൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ അവയൊക്കെ മാറി കിട്ടുന്നതും, ശരീരപുഷ്ടി ഉണ്ടാകുന്നതും, കൂടുതൽ ഊർജ്ജസ്വലതയോടെ പ്രവർത്തിക്കാൻ കഴിയുന്നതും ആണ്. കുടുംബ സംതൃപ്തിയും കുടുംബത്തിൽ ഐക്യവും സന്തോഷവും സമാധാനവും ഒക്കെ ഇവർക്ക് ഈ വർഷം പ്രതീക്ഷിക്കാം. അഭിപ്രായ വ്യത്യാസം ഉണ്ടായിരുന്നവർ തമ്മിൽ രമ്യതയിൽ പോകുവാനും കൂടുതൽ ഐക്യത്തോടെ മുന്നോട്ട് പോകുവാനും കഴിയുന്നതാണ്. അയൽപക്ക ബന്ധവും കുടുംബ ബന്ധവും ഒക്കെ നല്ല രീതിയിൽ മുന്നോട്ട് പോകുവാൻ പറ്റുന്ന ഒരു സമയമാണ്. സുഹൃത്തുക്കളെ കൊണ്ട് നേട്ടമുണ്ടാവുന്നതും സുഹൃത്ത് സഹായം ഉണ്ടാവുന്നതും സഹോദര നേട്ടം ഉണ്ടാവുന്നതുമായ സമയം കൂടിയാണ്. വീട്, വാഹനം എന്നിവ വാങ്ങുവാൻ ആഗ്രഹിക്കുന്നവർക്ക്, വീട് വെക്കുവാൻ ആഗ്രഹിക്കുന്നവർക്ക്, വസ്തു വാങ്ങുവാൻ ആഗ്രഹിക്കുന്നവർക്ക് ഒക്കെ ഈ സമയത്ത് അത് നടന്നു കിട്ടുന്നതാണ്. ദീർഘകാലമായി വിവാഹം നടക്കാതെ പോയിട്ടുള്ള യുവതി യുവാക്കൾക്ക് വിവാഹത്തിന് അനുകൂലമായ ഒരു സാഹചര്യം വന്നു ചേരുന്നതാണ്. സന്താനലബ്ധി ഉണ്ടാവുന്നതാണ്. വീട്ടിൽ മംഗളകർമ്മങ്ങൾ നടക്കുവാൻ സാധ്യതയുണ്ട്. വിദ്യാർത്ഥികൾക്ക് വളരെ അധികം ഗുണമുള്ള ഒരു സമയമാണ്. വിദ്യാ നേട്ടം ഉണ്ടാവുന്നതാണ്.
ഉപരിപഠനത്തിന് ആഗ്രഹിക്കുന്നവർക്ക് അത് നടന്നു കിട്ടുന്നതാണ്. ഇഷ്ടപ്പെട്ട കോഴ്സ് ലഭിക്കുവാൻ പറ്റുന്ന സമയമാണ്. മത്സര പരീക്ഷയിൽ വിജയം നേടുവാൻ പറ്റുന്ന സമയം കൂടിയാണ്. വിദേശത്ത് പഠിക്കുവാൻ ആഗ്രഹിക്കുന്ന വിദ്യാർത്ഥികൾക്ക് അവരുടെ ആഗ്രഹം സാധിച്ചു കിട്ടുന്നതാണ്. കലാ കായിക രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക്, രാഷ്ട്രീയത്തിൽ പ്രവർത്തിക്കുന്നവർക്ക് പദവി നേട്ടവും അംഗീകാരവും ലഭിക്കുന്ന സമയം കൂടിയാണ്. ഇഷ്ടകാര്യലബ്ധിയും കാര്യവിജയവും ജനസേവനം വഴി നേട്ടവും ഭക്ഷണസുഖവും വ്യവഹാര വിജയവും ഒക്കെ ഉണ്ടാവുന്ന സമയമാണ്. തീർത്ഥയാത്ര ആഗ്രഹിക്കുന്നവർക്ക്, പുണ്യക്ഷേത്ര ദർശനം ആഗ്രഹിക്കുന്നവർക്ക് അത് നടന്നു കിട്ടുന്നതാണ്. ഒക്ടോബർ 31 വരെ വളരെ അനുകൂലമായ സമയമായതുകൊണ്ട് തന്നെ ചെയ്യേണ്ട കാര്യങ്ങൾ കൂടുതൽ കാര്യക്ഷമയോടെ ചെയ്തു തീർക്കുന്നത് നല്ലതായിരിക്കും. ഒക്ടോബർ 31 വ്യാഴം അഷ്ടമസ്ഥാനത്തേക്ക് വരുന്നതും ജൂൺ 3 ശനി കണ്ടകസ്ഥാനത്തേക്ക് നീചസ്ഥാനത്തേക്ക് വരുന്നതും ഇവർക്ക് അത്ര ഗുണകരമല്ല. ഈ സമയത്ത് ചില ദോഷഫലങ്ങളൊക്കെ ഉണ്ടാവാൻ സാധ്യതയുള്ളത് കൊണ്ട് തന്നെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതും പ്രാർത്ഥനയും ക്ഷേത്രദർശനവും വഴിപാടും ഒക്കെ ചെയ്യേണ്ടതും ആവശ്യമാണ്. കുടുംബത്തിൽ ചെറിയ ചെറിയ പ്രശ്നങ്ങളൊക്കെ ഉടലെടുത്തു എന്ന് വരാം. ഭാര്യയ്ക്ക് സുഖക്കുറവുണ്ടാകുവാനും സന്താനങ്ങൾക്ക് ഏതെങ്കിലും രീതിയിൽ അസുഖങ്ങളോ സുഖക്കുറവുകളോ വരുവാനും അന്യദേശത്ത് വസിക്കുവാനുള്ള അവസരം വന്നു ചേരുകയും ദുർചിന്തയും തെറ്റായ പ്രവർത്തനങ്ങളും വഴി അപഖ്യാതി ഉണ്ടാവുകയും ഒക്കെ ഈ സമയത്ത് സാധ്യതയുണ്ട്. സ്ഥാനഭ്രംശം ഉണ്ടാകുവാനും വിദ്യാതടസ്സം ഉണ്ടാകുവാനും സാധ്യതയുണ്ട്. യാത്രാപകടം ഉണ്ടാകുവാൻ സാധ്യതയുള്ളത് കൊണ്ട് തന്നെ കൂടുതൽ ശ്രദ്ധിക്കേണ്ടതാണ്. ധനനഷ്ടം ഉണ്ടാകുവാനും വീടിന് അറ്റകുറ്റപ്പണികൾ ഉണ്ടാകുവാനോ വാഹനത്തിന് റിപ്പയർ ഉണ്ടാകുവാനോ അതുവഴി ധനച്ചിലവ് ഉണ്ടാകുവാനോ ഒക്കെ ഈ സമയത്ത് സാധ്യത കൂടുതലാണ്. ശിവക്ഷേത്ര ദർശനം നടത്തുകയും ശാസ്താക്ഷേത്ര ദർശനം നടത്തുകയും വിഷ്ണു ഭഗവാനെ പ്രീതിപ്പെടുത്തുകയും വഴിപാടുകൾ ചെയ്യുകയും ഗണപതി ഭഗവാനെ പ്രീതിപ്പെടുത്തുകയും നാഗദൈവങ്ങൾക്ക് വഴിപാടുകൾ ചെയ്യുകയും ഒക്കെ ചെയ്താൽ ഇവർക്ക് ഉണ്ടാകുവാൻ സാധ്യതയുള്ള ദോഷഫലങ്ങൾ കുറഞ്ഞു കിട്ടുന്നതായിരിക്കും.